വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ SDRF മാനദണ്ഡങ്ങൾ ഇളവ് നൽകിയെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ അടിയന്തരമായി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. ഒപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ ഇളവ് നൽകിയിരിക്കുന്നതും. രേഷ്മ, ഈ സംസ്ഥാന സർക്കാർ ഒരുപാട് വാദമുഖങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പണം നൽകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ തന്നെ മുനയൊടിക്കുന്നതാണ് ഇന്നിപ്പോൾ SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത്. രജനി, നേരത്തെ ഒരു വാദമെന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് ഈ ദുരന്ത നിവാരണ ഫണ്ട് ചെലവഴിക്കുന്നതിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താതെ അതിൽ പ്രയോജനകരമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കാൻ സർക്കാരിന് സാധിക്കില്ല, ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി അറിയിച്ചിട്ടുള്ളത്. അതായത് അതിതീവ്ര ദുരന്തമായിട്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ഫണ്ട് അതിന്റെ പണം വിനിയോഗിക്കുന്നതിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 120 കോടി രൂപ ചെലവഴിക്കാനായിട്ട് അനുമതി നൽകിയിട്ടുണ്ടെന്നുകൂടി കേന്ദ്രം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്രം ഈ അതിതീവ്ര ദുരന്തമായിട്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ പ്രഖ്യാപിച്ച ആ ഒരു സാഹചര്യം അത് രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചതായിട്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ജനുവരി 1-ാം തീയതിയിലുള്ള നടന്ന മന്ത്രിസഭാ യോഗം ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ടുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുവെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയെ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തങ്ങളോട് കൂടിയാലോചന നടത്തിയില്ലെന്ന് ദുരിതബാധിതരിൽ ഒരാളും പ്രദേശവാസിയുമായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഹൈക്കോടതിയെ കക്ഷിചേരൽ അപേക്ഷ നൽകിക്കൊണ്ട് വ്യക്തമാക്കിയിരുന്നു. ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം അമിക്കസ് ക്യൂറിയെ അറിയിക്കാനാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസുകൾ ഹൈക്കോടതി നിലവിൽ 16-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് 120 കോടി രൂപ കൂടി ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ നിലവിൽ അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ ഫണ്ടിലെ മാനദണ്ഡങ്ങളിൽ ഇളവും വരുത്തിയിട്ടുണ്ട് കേന്ദ്രം. തീർച്ചയായിട്ടും മാനദണ്ഡം നോക്കാതെ ഫണ്ട് അനുവദിക്കണം എന്ന് തന്നെയാണ് വയനാട് ദുരന്തം സംബന്ധിച്ച് കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.